മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഈ പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഒരു വിഭാഗം യൂണിയനുകൾ അവസാനിപ്പിച്ചെങ്കിലും മറുവശത്ത് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണോ ഇപ്പോൾ നമുക്ക് മുക്കത്ത് കാണാൻ കഴിഞ്ഞത്? അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന സാഹചര്യമാണോ ഉണ്ടായത്? മനു, കഴിഞ്ഞ കുറെ ദിവസമായി ഈ മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്നാൽ CIT ഒഴികെയുള്ള സംഘടനകൾ ഇതിൽ നിന്ന് പിന്മാറിയ സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയും കൊടുവള്ളി സബ് RTO ഓഫീസിന് കീഴിലെ മുക്കം ഡ്രൈവിംഗ് ഗ്രൗണ്ടിലാണ് പ്രതിഷേധം ഉണ്ടായത്. മനു സൂചിപ്പിച്ചതുപോലെ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ഇപ്പോൾ പ്രതിഷേധം സമാപിച്ചു. രാവിലെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളൊക്കെ തന്നെയും മുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കരണം അവസാനിപ്പിക്കുകയാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. അത് പിൻവലിക്കുന്നത് വരെ സമരം തുടരും എന്ന സാഹചര്യമാണ് നിലവിൽ പ്രതിഷേധക്കാർ മുൻപോട്ട് വെക്കുന്നത്. അതായത് ഈ പരിഷ്കരിച്ച സർക്കുലറിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നല്ലോ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന്. പക്ഷേ ആ മാറ്റങ്ങളിലും തൃപ്തരല്ല. പൂർണ്ണമായും ഈ സർക്കുലർ പിൻവലിച്ച് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത് നേരത്തെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നുവെങ്കിലും ഈ മാറ്റവും അംഗീകരിക്കാൻ കഴിയില്ല. മുൻപുണ്ടായിരുന്നത് പോലെ 100 ടെസ്റ്റുകൾ വേണം എന്ന ആവശ്യം ഒക്കെ തന്നെയാണ് ഈ സമരക്കാർ മുൻപോട്ട് വെക്കുന്നത്. നേരത്തെ വരുത്തിയ ചില മാറ്റങ്ങൾ എന്നത് അത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ലേണേഴ്സിന്റെ സമയപരിധി 6 മാസം, അതിനുശേഷം പിന്നീടും പണം അടയ്ക്കേണ്ടി വരുന്നു എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളൊക്കെ തന്നെയും പ്രതിഷേധക്കാർ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യം ഈ മുക്കം ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണാൻ സാധിച്ചു. രാവിലെ തുടങ്ങിയ പ്രതിഷേധം നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. മനു.